മാർക്കറ്റിലേക്ക് എത്തുമ്പോഴും EV ആരാധകർക്കായി 4 മോഡൽസ് EV കാറുകളാണ് MGയുടെ ഈ എക്സ്പോയിൽ ഒരുക്കിയിരിക്കുന്നത്. റോഡുകളിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള വിൻസറും ഇന്റർനാഷണൽ മോഡലായ S5ഉം അതിനൊപ്പം തന്നെ ഈ എക്സ്പോയിലെ 2 ന്യൂ മോഡൽസ് ആയ M9ഉം സൈബസ്റ്ററുമാണ് MG ഒരുക്കിയിരിക്കുന്ന 4 EVകൾ. MG M9 90 കിലോവാട്ട് ബാറ്ററിയിൽ ഓൾമോസ്റ്റ് 600+ കിലോമീറ്റേഴ്സാണ് കമ്പനി ഈ ഒരു വണ്ടിക്ക് മൈലേജ് പറയുന്നത്. ഒരു മിനി കാരവൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കാർണിവല് നമ്മുടെ വെൽഫെയറിനോട് കൂടി കട പിടിക്കുന്ന ഒരു മോഡലിൽ തന്നെയാണ് MG ഒരു വണ്ടി മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത്. പ്രൈസ് ആസ് ഇഫ് നൗ അവർ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ഇവരുടെ ഒരു ബിൽറ്റ് ക്വാളിറ്റി കൊണ്ടും ഇതുവരെ MGയുടെ EV കാറുകൾക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യത കൊണ്ടും കേരളത്തിലെ റോഡുകളിൽ ഈ ഒരു വണ്ടിയും കാണാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരുപാട് ആരാധകരുള്ള ഒരുപാട് ആളുകൾ പുറത്ത് കാത്തു നിൽക്കുന്ന ഒരു സ്റ്റൈലിഷ് മോഡലിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. MGയുടെ സൈബസ്റ്റർ 77 kWh ബാറ്ററിയിൽ ഓൾമോസ്റ്റ് 400 കിലോമീറ്റേഴ്സാണ് കമ്പനി മൈലേജ് പറയുന്നത്. ഒരു സ്പോർട്സ് കാർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം മൈലേജ് ഒരു 400 എന്ന റേഞ്ചിൽ 77 കിലോവാട്ടിൽ അവർ പറയുന്നതിൻ്റെ ഒരു കാരണം. എന്തായാലും ഇന്ത്യയിലെ ആദ്യത്തെ ഈ ഒരു EV സ്പോർട്സ് കാറിന് ആരാധകർ ഏറെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. എന്തായാലും ഈ ഒരു കാറും പ്രീ ബുക്കിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ കേരളത്തിലെ റോഡുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത ഒരു EV മോഡലാണ് S5. MG ഈ ഒരു പവലിയനിൽ S5 ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഒരു പക്ഷേ ഇനി മാർക്കറ്റിലേക്ക് S5ഉം അവർ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് തന്നെയാണ്. MG കാറിന് ഈ ഒരു EV മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സ്വീകാര്യത ഈ ഒരു കാറും അവർക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഒരു പ്രചോദനമാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. 66 കിലോവാട്ട് ബാറ്ററിയിൽ ഏകദേശം 500-ലധികം കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൽ ഇന്ത്യക്ക് പുറമെ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത്.
ഒരു റിന്യൂവബിൾ എനർജി പ്രൊമോട്ടർ എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. MGയുടെ പുതിയൊരു പ്രൊജക്റ്റായിട്ടുള്ള റിവൈവ്. EV ബാറ്ററികളെല്ലാം കുറച്ച് കാലഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡ്രെയിൻ ആവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഈവൻ ദോ അതിലൊരു ചെറിയൊരു ബാറ്ററി കപ്പാസിറ്റി വീണ്ടും അവശേഷിക്കുന്നുണ്ട്. നമ്മളുടെ വണ്ടികളുടെ ട്രാഷന് ഒരു പക്ഷേ അത് സാധ്യമാകില്ലെങ്കിലും ഒരുപാട് വേറെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താമെന്ന് MG ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. റിവൈവ് എന്ന് പറയുന്ന അവരുടെ ഈ ഒരു പദ്ധതിയിലൂടെ അവരുടെ വണ്ടികളിൽ നിന്നും വരുന്ന കപ്പാസിറ്റി തീർന്നിട്ടുള്ള ബാറ്ററികൾ അവർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പവർ അവൈലബിൾ അല്ലാത്ത ട്രൈബൽ കോളനികൾക്കും പള്ളികൾക്കും അമ്പലങ്ങൾക്കും എല്ലാം തന്നെ ഇവർ ഈ ഒരു ബാറ്ററി പാക്കായിട്ട് തന്നെ സപ്ലൈ ചെയ്യുകയാണ്. അതെല്ലാം അവർക്ക് വെളിച്ചം പകരാനായിട്ട് MGയുടെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെ. ഇതിൽ നിന്നും വലിയൊരു കാര്യം നമുക്ക് സാധ്യമാകുന്നത് ബാറ്ററിയുടെ പൂർണ്ണമായിട്ടുള്ളൊരു ഉപയോഗമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ഈ റിവൈവ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് MGയുടെ ഒരു കരിയറിൽ നല്ലൊരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറുമെന്ന് തന്നെ വിശ്വസിക്കുന്നു.